Hi friends, welcome to our English window. I am your Sri Lekha teacher. Hope you are all safe and fine. Today's video tells you about Night of the Scorpion for HSS syllabus. Night of the Scorpion, the poem written by Nissim Eskil, one of the distinguished Indian poets writing in English, was born in Mumbai in 1924 and died on 11th January 2004. Educated at Wilson College in Mumbai and Birkbeck College in London, he became a reader in American literature at Bombay University. ഇന്ന് നമ്മൾ പഠിക്കുന്നത് HSA പോയട്രി സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എ നൈറ്റ് ഓഫ് സ്കോപ്പിയോൺ തേളിൻ്റെ രാത്രി നിസീം എസ്കീൽ എഴുതിയ ഒരു കവിതയാണ്. ഇന്ത്യയിലെ മറ്റ് ഇംഗ്ലീഷ് കവികളിൽ നിന്നും വ്യത്യസ്തനാണ് നിസീം എസ്കീൽ. 1924 ജനിച്ച അദ്ദേഹം ബോംബെയിലും ലണ്ടനിലുമായാണ് വിദ്യാഭ്യാസം നേടിയത്. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ സാഹിത്യ അധ്യാപകനായി ജോലി നോക്കി. അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും വായനക്കാർക്ക് പ്രിയങ്കരനായിരുന്നു നിസീം എസ്കീൽ. In Night of the Scorpion, the poet presents a concrete situation from life in an objective manner. The mother, stung by the scorpion, the peasants gathering around her, their chanting and ritualistic actions, the helplessness of the father, and the final words of the mother form a concrete image of an Indian society. The poet has chosen a language and method suitable for the occasion. The son narrates the whole episode. The poem has remained a minor classic and anthology piece for decades. ജീവിതത്തിലെ മൂർത്തമായ ഒരു ഭാവത്തെ അവതരിപ്പിക്കുകയാണ് നിസീം തേളിൻ്റെ രാത്രിയിലൂടെ ചെയ്യുന്നത്. ഒരു ഗ്രാമത്തിൽ തൻ്റെ അമ്മയെ തേൾ കുത്തിയ കഥ മകൻ പറയുന്നതാണ് കവിതയിലെ വിഷയം. ഇതിൻ്റെ പശ്ചാത്തലത്തിലൂടെ അവലോകനം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധ ജടിലമായ ആചാരങ്ങളുടെയും കൂടാരമാണെന്ന് സമർത്ഥിക്കാനുള്ള പാശ്ചാത്യ എഴുത്തുകാരുടേതായ ഒരു വ്യഗ്രത നിസീം എസ്കീലിൻ്റെ വരികളിൽ ദൃശ്യമാണ്. നിഷ്കളങ്കരായ ഗ്രാമവാസികളും കർഷകരും പ്രകടിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. Now I am giving you the simple summary of a night of Scorpion. One day of ceaseless and heavy rain, a scorpion chose to hide under a bag of rice. It stung the speaker's mother and escaped into the rain. The peasants gathered in the victim's house and began to search for the creature, for they believed that the poison would spread in the woman's body until the scorpion was killed. They identified the creature with the devil and uttered the name of God 100 times to weaken it. Yet their search was in vain, and then they began to console the woman in other ways. ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം അരിച്ചാക്കിൻ്റെ അടിയിൽ ഒരു തേൾ ഒളിച്ചിരുന്നു. അത് നമ്മുടെ റൈറ്ററുടെ നിസീം എസ്കീലിൻ്റെ അമ്മയെ കടിച്ച് മഴയിലേക്ക് രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ആ വീട്ടിലേക്ക് പ്രവഹിച്ചു. തേൾ ഇഴഞ്ഞു പോകും തോറും അതിൻ്റെ വിഷം സ്ത്രീയുടെ ശരീരത്തിൽ വ്യാപിക്കുമെന്നവർ ഭയന്നു. അതിനെ ഉടൻ കൊല്ലാൻ തീരുമാനിച്ചു. പിശാചിൻ്റെ പ്രതിരൂപമായാണ് സ്ത്രീയെ കടിച്ച ജീവിയെ അവർ കണ്ടത്. അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിനായി അവർ ദൈവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. തേളിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം വൃഥാവിലായതിനെ തുടർന്ന് വീട്ടമ്മയെ ആശ്വാസവചനങ്ങൾ ചൊരിഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവർ. The peasants expressed their belief that the sins of her previous birth caused her present suffering, and the burden of those sins would be reduced with her endurance. The misfortunes of her next birth would also show a downward trend with her pain. To cap it all, her ambition and desire would be purified with her physical suffering. The peasants sat in a circle round the woman with a passive look on their faces.
പലരും പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തെടുത്തു. ആ സ്ത്രീയുടെ മുജ്ജമ്മ പാപങ്ങളുടെ ഫലമായിരിക്കാം ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അവൾ സഹിക്കുന്ന വേദന ആ പാപങ്ങൾ ലഘൂകരിക്കുന്നതിന് ഉതകിയേക്കാം. മാത്രമല്ല അടുത്ത ജന്മത്തിലെ ഭാഗ്യദോഷം കുറയുന്നതിനും ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ സഹായിക്കും എന്നവർ പറഞ്ഞു. എല്ലാറ്റിനുമുപരി അവളുടെ ആഗ്രഹാഭിലാഷങ്ങൾ ഇപ്പോൾ സഹിക്കുന്ന ശാരീരിക പീഡനങ്ങൾ മൂലം സഫലീകൃതമാകുമെന്നും അവർ പറയുകയുണ്ടായി. ആപത്തിൽപ്പെട്ട സ്ത്രീക്ക് ചുറ്റും ഇതുപോലുള്ള അഭിപ്രായങ്ങളുമായി നിഷ്ക്രിയരായിരുന്ന് അവർ സമയം തള്ളി നീക്കി. Meanwhile, the perturbed husband of the woman resorts to other methods to relieve his wife of pain. He is aware that the curses and blessings of the peasants can do nothing to help her. He pours a little paraffin on affected part and applies a lighted match to it. The flame feeds on the wood while a holy man utters magical words to drive away the poison. അതേസമയം സ്ത്രീയുടെ ഭർത്താവ് യുക്തിവാദ ചിന്ത പുലർത്തുന്ന ആളാണ്. മന്ത്രോച്ചാരണങ്ങളും പ്രാർത്ഥനകളും തൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ പ്രവേശിച്ച വിഷത്തിന് പ്രതിവിധിയല്ലെന്ന് അറിയുന്ന അയാൾ പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഗ്രാമീണരെ തടയുന്നില്ല. എത്ര തന്നെ പുരോഗമന ചിന്താഗതിക്കാരനാണെന്ന് സ്വയം ധരിക്കുന്ന ആളാണെങ്കിൽ പോലും ജീവിതത്തിലെ വിഷമസന്ധികളിൽ മാനുഷികമായ ദൗർബല്യങ്ങൾ വെളിവാക്കുമെന്ന് ഈ കഥാപാത്രം വ്യക്തമാക്കി തരുന്നു. അസ്വസ്ഥനായ അദ്ദേഹം തേളിൻ്റെ കടിയേറ്റ ഭാഗത്ത് പാരഫിൻ കത്തിച്ചു വെച്ചു. മുറിവിൻ്റെ അറ്റത്ത് തീ ജ്വലിക്കവേ ഒരാൾ വിഷം ഇറങ്ങുന്നതിനായി മന്ത്രങ്ങൾ ഉരുവിട്ടു. After 20 hours, the woman recovered. She thanked God that the scorpion had stung her rather than any other children. വേദനാജനകമായ 20 മണിക്കൂറിന് ശേഷം ആ സ്ത്രീ സുഖം പ്രാപിച്ചു. മുക്തി നേടിയ ഉടനെ അവൾ ചെയ്തത് തേളിന് നന്ദി പറയുകയായിരുന്നു. തന്നെ കടിച്ചെങ്കിലും മക്കളെ ഉപദ്രവിക്കാത്തതിലായിരുന്നു തേളിനോട് അവർക്ക് നന്ദിയുള്ളത്. ഇവിടെ നടന്ന സംഭവങ്ങളെ പരിഹാസ രൂപത്തിലാണ് കവി ചിത്രീകരിക്കുന്നത്. ഈ സംഭവം അന്ധവിശ്വാസങ്ങളിൽ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ പ്രതിരൂപമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീക്ക് വിഷജീവിയുടെ കടിയേറ്റപ്പോൾ നിസ്വാർത്ഥരായ ഗ്രാമവാസികൾ പകർന്നു നൽകിയ ആശ്വാസവചനങ്ങളാകാം ഒരുപക്ഷെ ആത്മവിശ്വാസം നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. അതേപോലെ പ്രാണവേദനയിൽ നിന്ന് രക്ഷപ്പെട്ട അവർക്ക് മക്കളെ തേൾ കടിക്കാത്തതിലായിരുന്നു സന്തോഷം. ഇന്ത്യയിലെ കുടുംബ വ്യവസ്ഥിതിയുടെയും മാതൃസ്നേഹത്തിൻ്റെയും ശക്തമായ ദൃഷ്ടാന്തമാണ് ഈ വരികൾ. ഈ പോയത്തിലെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒന്നുകൂടി വ്യക്തമാക്കാം. ശക്തമായ വേദനയെ കടിച്ചമർത്തിയ ഒരമ്മയാണ് നമ്മളിവിടെ കണ്ടത്. സാധാരണക്കാരായ അവിടുത്തെ ജനങ്ങൾ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും സംശയദൃഷ്ടിയ നോക്കിയിരുന്ന ഹസ്ബൻഡ് അവൾക്ക് വേണ്ടിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്ലൈയിങ് പൗഡർ, മിക്സ്ചർ, ഹെർബ് ആൻഡ് ഹൈബ്രിഡ്. ഇന്ത്യൻ സെൻസിബിലിറ്റി റിഫ്ലക്റ്റഡ് ഇൻ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോൺ. It portrays Indian family in a village in India. The narrator's mother is stung by a scorpion and the peasants gathered round her to comfort her and help her. They believe that the poison in the woman's body moves according to the movements of the scorpions outside, and their religious ideas about human suffering throw light on the superstitions and ignorance. Yet they are helpful in their own way, and they console her that the poison will purify her and reduce the burden of her sins in the previous birth and pave the way for the better life in next birth. The important point, the Hindus believe in the recurring cycle of birth and deaths and about the unreal nature of the world are expressed in the poem. The narrator's father, who is introduced as a skeptical rationalist, seemed to be, like all Indians, prepared to put up with the rituals and incantations, though he tried modern medicine too. Ultimately, when the pain subsides after the 20 hours, the woman thanks God for having spared her children. The unselfishness of motherhood
and the woman's willingness to suffer without a word of complaint for the sake of her children illustrate the beauty of Indian sentiment. Nissim Eskil's poem Night of the Scorpion is one of the best of Indo-Anglian poetry. India lives in her villages, and we can see only in rural India the genuine Indian response to a human situation. Night of the Scorpion brings out the atmosphere of a typical village in India. Night of the Scorpion is a typical Indian rustic scene and philosophy. You can see the Indian outlook is also projected in this simple poem. The influence of science and technology can hardly dispel the superstitions in the minds of the people in India. Modern medicines are tried to cure illness, but a holy man chanting incantations is unavoidable in such a crisis. Friends, please like this channel, comment, share, and subscribe.